ഹലോ മീഡിയസ്, അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളെ ഇപ്പോഴത്തെ വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. എന്തിനെക്കുറിച്ചാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഗർഭനിരോധന ഗുളികകളെക്കുറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച്, അതുപോലെ അൺവാണ്ടഡ് കിറ്റ് അതിൻ്റെ ദോഷഫലങ്ങളെക്കുറിച്ച് ഉള്ള കാര്യങ്ങൾ. അതുമാത്രമല്ല, ഇപ്പോൾ കുട്ടികൾ വളരെ വേഗത്തിലാണ് വഴിതെറ്റി പോകുന്നത്. ഈ പറയുന്ന കേട്ടിട്ടില്ല, MDMA, കഞ്ചാവ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളിലേക്ക് അവർ അറിഞ്ഞുകൊണ്ടല്ല, തീർച്ചയായിട്ടും അവർ പെട്ടെന്നാണ് ഒരു ഫീലിങ്സ്, ഒരു എന്താ പറയുക, ഒരു ഇഷ്ടം ഒരു ക്ലാസ്മേറ്റ്സിനോടാണെങ്കിലും, അല്ലെങ്കിൽ വഴിയിൽ കണ്ട് പരിചയപ്പെടുന്നവരോടാണെങ്കിലും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുന്നവരാണെങ്കിലും പെട്ടെന്ന് അവർ അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് വിശ്വസിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവരോടൊപ്പം യാത്ര ചെയ്യുക, അവർ വിളിക്കുന്നിടത്തേക്ക് പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്വകാര്യ ഫോട്ടോസ്, വീഡിയോസൊക്കെ ഷെയർ ചെയ്യുക. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാത്രമല്ല, പിന്നെ ഈ അവർ ചില ലഹരി പദാർത്ഥങ്ങൾ ഒരു പക്ഷേ ഇവർക്ക് ഷെയർ ചെയ്യും. പിന്നെ ഇവരുടെ ലൈഫെല്ലാം അങ്ങനെ പോകും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ധാരാളം നടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ കാര്യം ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ, മെയിനായിട്ടും നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ബോധവൽക്കരണം എങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ, ഒന്ന് എല്ലാ സ്ഥലത്തും റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട് അല്ലേ. റെസിഡൻസ് അസോസിയേഷൻ വഴി നമുക്ക് ഒരു ഏരിയയിലെ ഫുൾ റെസിഡൻസ് അസോസിയേഷൻ ഒരു ആഴ്ചയിൽ ഒരു ദിവസം വീതം ഒരു ബോധവൽക്കരണ ക്ലാസ് ക്യാമ്പ് സംഘടിപ്പിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. കൗമാരക്കാരായ കുട്ടികൾക്ക് അതിൻ്റെ ദോഷഫലങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കണം. അതുപോലെ ബാഡ് ടച്ചും പിന്നെ ഗുഡ് ടച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റും. അത് കുഞ്ഞു കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലെങ്കിൽ വലുതായിട്ടുള്ളവർക്ക് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ വീട്ടിലുള്ളവർ തന്നെയാണെങ്കിൽ പോലും ഈ ഒരു ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ പഠിക്കുന്ന സ്ഥലങ്ങൾ, ഇപ്പോൾ ട്യൂഷനൊക്കെ ഉണ്ടാവും, ട്യൂഷനായിട്ടുള്ളതെങ്കിൽ സ്കൂളിൽ കുറേ ക്രൈറ്റീരിയ ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയാണെങ്കിലും അങ്ങനെ, സ്കൂൾ വഴിയാണെങ്കിലും അങ്ങനെ, തീർച്ചയായിട്ടും ഒരു കൗൺസിലിംഗ് എന്തായാലും അത്യാവശ്യമാണ്. ഇനി ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാൻ വരുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞു, ഗർഭനിരോധന ഗുളികകൾ. അതായത് IPL-ഒക്കെ ഇപ്പം മിഠായി മേടിച്ച് കഴിക്കുന്ന ലാഘവത്തോടെയാണ് കുട്ടികൾ വാങ്ങി കഴിക്കുന്നത്. അതായത് ഒരു മാസം ചിലപ്പോൾ 5, 6, 10 ഗുളികകൾ വരെ കഴിക്കുന്ന കുട്ടികളുണ്ടാവും. കാരണം അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ മറികടന്ന് കിട്ടണം എന്ന് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. അതിൻ്റെ ദോഷം എത്രത്തോളം വലുതാണെന്ന് അവരറിയുന്നില്ല എന്നുള്ളതാണ്. ഇത് അവർക്ക് തീർച്ചയായിട്ടും അറിയാത്തത് കൊണ്ടാണ്. കാര്യം അവർ നോക്കുമ്പോൾ ആ ഒരു പ്രഗ്നൻസി തടയണം, അപ്പോൾ അവർ ഈ ഒരു ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആവില്ല, ആ ഒരു വിശ്വാസം അത്രയേ ഉള്ളൂ. അത് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്, അല്ലാതെ വേറൊന്നും അവർക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എത്രത്തോളം ഇതിങ്ങനെ കഴിക്കേണ്ടി വരുന്ന സിറ്റുവേഷന് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് എന്താണ് ദോഷം ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് പറഞ്ഞു കൊടുക്കുക. ഭയങ്കരമായ ഹോർമോൺ വ്യത്യാസങ്ങളുണ്ടാവും. എനിവേ പിന്നുള്ള മാരീഡ് ലൈഫിൽ അവർക്ക് കുഞ്ഞ് ഉണ്ടാകാനുള്ള സാധ്യത തന്നെ കുറയും. അതുപോലെ ഹോർമോൺ ബാലൻസ് തന്നെ, യൂട്രസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ പിന്നെ അത് മാത്രമല്ല, പിന്നെ ഈ അൺവാണ്ടഡ് കിറ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരു പാക്കറ്റിനകത്ത് ഒരു ടാബ്ലറ്റാണ് വരുന്നത്. തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു കാറ്റലോഗ് ഉണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴെങ്കിലും ഇത് മേടിച്ച് കഴിക്കേണ്ടി, ഈവൻ ഒരു പ്രാവശ്യമെങ്കിലും മേടിച്ച് കഴിക്കേണ്ടി വരുന്ന സാഹചര്യം വന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനകത്തുള്ള കാര്യങ്ങൾ വായിച്ച് നോക്കുക. നിങ്ങൾ ആദ്യം ഫുൾ വായിച്ച് നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ദോഷങ്ങളെല്ലാം തന്നെ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈവൻ നിങ്ങളത് ദുരുപയോഗം ചെയ്യില്ല തീർച്ചയായിട്ടും. അപ്പോൾ അത് ആരും തന്നെ ചെയ്യില്ല. അതുകൊണ്ടാണ് ഇത് വായിച്ച് നോക്കാനായിട്ട് ഞാൻ പറഞ്ഞു തരാം. പിന്നെ മാത്രമല്ല, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ഈ ഒരു ടാബ്ലറ്റ് കഴിച്ചത് കൊണ്ടൊന്നും തടയാൻ പറ്റുന്ന ഒന്നല്ല. അത് വളരെയധികം ദോഷം ചെയ്യുന്ന കാര്യമാണ്. പിന്നെ അത് മാത്രമല്ല, ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പഴയ പോലെ അല്ല. ഈ സിറിഞ്ച് വഴി ദുരുപയോഗം ചെയ്തിട്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല ആർക്കൊക്കെ അതുണ്ട് ഇല്ല എന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് എനിക്ക് പറയാനുള്ളത്, അൺവാണ്ടഡ് കിറ്റ് വാങ്ങിക്കഴിക്കുന്നവരാണ് ഒരുപാട് പേര്. ഇപ്പം അത് വാങ്ങിക്കഴിക്കുന്നത്, സ്വന്തമായിട്ട് വാങ്ങിക്കഴിക്കുന്നുണ്ട്. ഈ വാങ്ങിക്കഴിക്കുന്ന വ്യക്തി ഇപ്പം നേരിട്ടായിരിക്കില്ല പോയി വാങ്ങുന്നത്, ആരെങ്കിലും വിട്ട് വാങ്ങിപ്പിക്കുമായിരിക്കും ചെയ്യുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഈ കഴിക്കുന്ന വ്യക്തി ഈവൻ ഹീമോഗ്ലോബിൻ കുറവുള്ള, ബ്ലഡ് നന്നേ കുറവുള്ള ഒരാളാണ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്ന ആളായിരിക്കും. ആരോഗ്യപരമായിട്ട് വളരെ വീക്കായിട്ടുള്ള വ്യക്തിയൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര ദോഷം ചെയ്യുന്നതാണ്. ഇപ്പം അതായത് ഒരു ഡോക്ടർ കണ്ട് പരിശോധിച്ച് ഇനി ഉള്ളിലാണോ ട്യൂബിലാണോ അല്ലെങ്കിൽ എങ്ങനെയാണ്, എന്തൊക്കെയാണ്, എത്ര വീക്കായി, അതിൻ്റെ നിജസ്ഥിതി എല്ലാം അറിഞ്ഞതിന് ശേഷമാണ് ആ ടാബ്ലറ്റ് എങ്ങനെ കഴിക്കണം എന്ന് വരെ തീരുമാനിച്ച് പറയുന്നതൊക്കെ. അപ്പോൾ സ്വന്തമായിട്ട് വാങ്ങി കഴിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അറിയത്തില്ലായിരിക്കും. അപ്പോൾ അവർ കഴിക്കും, പിന്നെ അവർക്ക് ഭയങ്കരമായ ദോഷം ചെയ്യും. അപ്പോൾ മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ അത്രമാത്രം വികസിച്ചത് കൊണ്ട് തന്നെ പഴയ ഒരു കാലമല്ല. അവർക്ക് എന്താ പറയുക, ഈ ഇന്റർകോഴ്സിനെ പറ്റിയും കാര്യങ്ങളൊക്കെ അതിന് ഒരു ഏജ് പോലും ആകണ്ട. മുമ്പൊക്കെ ആണെങ്കിൽ 18 വയസ്സ് 19 വയസ്സൊക്കെ ആയിട്ടാണ് ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള അറിവും കാര്യങ്ങളും. ഇപ്പം അങ്ങനെയൊന്നുമല്ല. ഇപ്പം 5ാം ക്ലാസ് 6ാം ക്ലാസ്സും 4ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് വരെ കാര്യങ്ങളെല്ലാം നിജസ്ഥിതി എല്ലാം അറിയാമെന്നുള്ളതാണ്. കാര്യം അത്രമാത്രം പിന്നെ
തുറന്ന ഒരു അവസ്ഥയാണ്. ഈ കാര്യങ്ങൾക്കൊന്നും ഒരു ഒളി മറ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടമാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മുടെ മക്കൾ നമ്മളെ കണ്ണിൽ കൃഷ്ണമണി പോലെ നമ്മൾ അവരെ വാച്ച് ചെയ്യണം. അവരെ കൃഷ്ണമണി പോലെ നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ മാത്രമാണ് അവരെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അവരെ ഓർത്ത് കണ്ണീര് കുടിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പം ഈ ചെറിയ പ്രായത്തിലൊക്കെ അവർ ഇതുപോലുള്ള ടാബ്ലറ്റ്സുകളോ അല്ലെങ്കിൽ അൺവാണ്ടഡോ ഒക്കെ എടുക്കേണ്ടി വന്നാൽ ഈവൻ ചിലപ്പോൾ രക്ഷകർത്താക്കളൊന്നും അതൊന്നും അറിയില്ല, അവർക്കൊന്നും അറിയത്തില്ലാത്ത കാര്യമാണ്. അപ്പോൾ അവർക്ക് ഭാവിയിൽ അവർ ചെറിയ പ്രായം തന്നെ ആകുമ്പോൾ ഈവൻ ഒരു 30 വയസ്സ് തന്നെ ആകുമ്പോഴത്തേക്കും അവർക്ക് അസുഖങ്ങളെല്ലാം ആയി തുടങ്ങും. ഇതിനെ സംബന്ധിച്ചുള്ള സൈഡ് ഇഫക്റ്റും കാര്യങ്ങളും ഒക്കെ അവർക്ക് വന്നു തുടങ്ങും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല ഇങ്ങനെയുള്ള ടാബ്ലറ്റ്സുകൾ ഒരുപാട് എടുത്തു അല്ലെങ്കിൽ ഇങ്ങനെ കഴിച്ചിരുന്നു എന്നൊന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ അസുഖങ്ങൾ വന്നു കഴിഞ്ഞ് അവരുടെയൊക്കെ ആയുസ് തന്നെ അവിടെ വെച്ച് കുറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്തത്. അപ്പോൾ ശരി, സൂക്ഷിക്കുക.